ഒരു വിഭാഗം ജനങ്ങളുടെ പൗരാവകാശത്തെ സംബന്ധിക്കുന്ന കാര്യത്തെ വർഗീയവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വളരെ അത്യാവശ്യമായ ചില ഭേദഗതി ഇന്ത്യൻ ഭരണഘടന തന്നെ എത്രയോ തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. നിയമങ്ങൾ ഭേദഗതി വരുത്തുക എന്നുള്ളത് കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ മാറി മാറി വരുന്ന ഗവൺമെന്റ് ചെയ്യുന്ന അറേഞ്ച്മെന്റ്സ് ആണ്. ഇവിടെ ഭൂമിയുടെ അവകാശത്തെ കുറിച്ച് വ്യവസ്ഥാപിത നിയമങ്ങളുണ്ട്. ഒരാളുടെ ഭൂമി അയാളുടെ ആണെന്ന് തെളിയിക്കുവാനുള്ള രേഖകൾ വേണം. കൈമാറ്റം ചെയ്യുവാനുള്ള നടപടിക്രമങ്ങളുണ്ട്. അപ്പം അതൊന്നും രഹസ്യമായിട്ട് ഉള്ള കാര്യങ്ങളല്ലല്ലോ ഇവിടെ പറയുന്ന പോലെ. അതെല്ലാം ഇപ്പോൾ ഈ സുതാര്യമായ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഒരാളുടെ ഉടമസ്ഥാവകാശത്തെ പെട്ടെന്ന് കവർന്നെടുക്കുവാൻ കഴിയുകയില്ല. വഖഫ് എന്ന് പറയുന്ന നിയമത്തെ, അതിൻ്റെ ആ പ്രക്രിയ, ഒരാള് പള്ളിക്ക് കുറച്ച് വസ്തു സതുദ്ദേശത്തോട് നൽകുന്ന അല്ലെങ്കിൽ ദാനധർമ്മത്തിന് ചെയ്യുന്നത് നല്ല കാര്യമാണ്. അതൊക്കെ അങ്ങനെയുള്ള ഭൂമി കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് വഖഫ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വഖഫ് ബോർഡിന്റെ കൈവശമുള്ള ഭൂമിയുടെ പട്ടിക പ്രസിദ്ധീകരിക്കണം. പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ടായി. ഇപ്പം നമുക്ക് ആർക്കും അറിഞ്ഞൂടാ എത്ര വസ്തു ഉണ്ടെന്ന്. ഇപ്പോൾ താജ്മഹൽ വഖഫാന്ന് പറയുന്നു. ഇനിയിപ്പം ചിലപ്പോൾ നമ്മുടെ കൃഷ്ണമിസ്വാമി ക്ഷേത്രം വഖഫാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇതൊരു രഹസ്യാത്മകത വിടണം. വഖഫിന്റെ കയ്യിലുള്ള ഭൂമി ഏതൊക്കെയാണ് എന്റെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന നിയമ തടസ്സമുണ്ടോ മിസ്റ്റർ സ്വാമി? പുതിയ നിയമത്തിലുള്ള നല്ലതാണ്, പ്രസിദ്ധീകരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു വസ്തു തന്നെ തർക്കമുണ്ടെങ്കിൽ ഇത് പ്രസ്തുത മറ്റുള്ളവർക്ക് ആക്ഷേപം നൽകുവാനുള്ള അവസരം ഗവൺമെന്റ് നൽകും, തഹസിൽദാർ കൊടുക്കണം. ഇവിടെ തർക്ക വിഷയമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് വളരെ സുതാര്യമാണ്, അതിന് പരിഹരിക്കേണ്ടത്. ഈ മുനമ്പത്തെ പ്രശ്നം വന്നപ്പോഴാണല്ലോ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഉണർവുണ്ടായത്. 100-400 പാവപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന, അവര് വർഷങ്ങളായി താമസിക്കുന്ന വസ്തു സുപ്രഭാതത്തിൽ അവരുടേതല്ല എന്നുള്ളത് കാര്യത്തിൽ നോട്ടീസ് വരുന്നു. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാള് വസിക്കുന്ന ഭൂമി അയാളുടേതല്ല എന്ന് പെട്ടെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, അതെന്ത് കാരണത്താലാണ്? അവർ വില കൊടുത്തത് വാങ്ങിച്ചതുമാണ്. തിരുവിതാംകൂർ രാജാവ് ഈ ഒരു പൗരപ്രമുഖന് നൽകിയ, സേട്ടിന് നൽകിയ വസ്തുവാണ്. അത് പരോപകാര പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൊടുത്താണ്. അദ്ദേഹം ഫറൂഖ് കോളേജിന് കൈമാറി. ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് കോഴിക്കോടാണല്ലോ. ഫറൂഖ് ഈ മലമ്പം എന്ന് പറയുന്നത് ഈ കൊടുങ്ങല്ലൂരിന്റെ ഇപ്പുറത്തുള്ളത്. അതിന്റെ ആ ഭൂമി തന്നെ പകുതിയോളം ഭൂമി കടലെടുത്ത് പോയി കഴിഞ്ഞു. അപ്പൊ പിന്നീട് അവർക്ക് കൈകാര്യം ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ് അവിടെ താമസിച്ചുകൊണ്ടുന്ന ആൾക്കാരുണ്ട്. പണ്ട് മുതലേ അവർക്കത് വിറ്റു. അങ്ങനെ വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. ഈ തർക്കമുണ്ടായത് എനിക്ക് നമ്മുടെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു തർക്കമുണ്ടായത്. അതേ ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന് സ്വാഭാവിക നീതി പുലർത്തിയില്ല. ഒരു തർക്കത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ അതിൽ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുടെയും മൊഴി എടുക്കണ്ടയോ? നിസാർ കമ്മീഷൻ, എന്റെ പേര് പറയാറുള്ളത്. അതിനകത്ത് ആ കമ്മീഷന്റെ ആള് വളരെ നിരുത്തരവാദിത്വപരമായ അല്ലെങ്കിൽ ഏകപക്ഷീയമായ ദുരുദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം പെരുമാറിയതിൽ തർക്കമില്ല. ഈ
താമസിക്കുന്ന അവരുടെ ആക്ഷേപങ്ങൾ കേട്ടില്ല. അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് പ്രകാരം ഇത് വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചു. വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ച് അതും ആരും അറിയുന്നില്ല. ഇന്ന് ഫറൂഖ് കോളേജിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു. ഫറൂഖ് കോളേജ് തറപ്പിച്ച് പറയുന്നു ഇത് വഖഫല്ല എന്ന്. ഇതിനകത്ത് ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇരട്ടത്താപ്പ് വളരെ അപഹാസ്യമാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുനമ്പത്തുള്ള ആരെയും കുടിയൊഴിപ്പിക്കത്തില്ല. അതങ്ങനെ പറയേണ്ട കാര്യം എന്താ? അവിടെ കുടിയൊഴിപ്പിക്കാൻ ആരും ധൈര്യപ്പെടത്തില്ല. അവരെ കുടിയൊഴിപ്പിക്കാൻ പോയാൽ കേരളത്തിലുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളും അവിടെ ചെല്ലും പ്രതിരോധിക്കാൻ. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹം ഒരു വക്കീലാണല്ലോ പ്രതിപക്ഷ നേതാവും. അദ്ദേഹം പറയേണ്ടതല്ല ഇത് നിങ്ങളുടെ ഭൂമിയാണെന്ന് പറയേണ്ടത്. പറയാത്തത് എന്തുകൊണ്ടാണ്? അതും വോട്ട് രാഷ്ട്രീയമാണ്. നമുക്കെല്ലായ്പ്പോഴും സത്യം പറയുന്നതിൽ ജാതി മതമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ ഭൂമിയാണെന്ന് പറയുന്ന കുഴപ്പമെന്തോ? അത് നിങ്ങളെ ആരും കുടിയൊഴിപ്പിക്കത്തില്ല. അത് പറയേണ്ട കാര്യം എന്താ? അവിടെ ആരും കുടിയൊഴിപ്പിക്കാൻ വരുത്തില്ല. അങ്ങനെ ധൈര്യം ആർക്കും കാണത്തില്ല. 1957 ഈ ആദ്യത്തെ EMS ഗവൺമെന്റിന് എങ്ങനെയാണ് പുറത്ത് പോയത് നമുക്കറിയാം. തിരുവനന്തപുരം കടലോരത്തെ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചപ്പോൾ അവര് തെരുവിലിറങ്ങിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വന്നപ്പോൾ പങ്കായം എന്തിയാണ്ടി നിരന്നു. അങ്ങനെയുണ്ട് തീരദേശത്തെ ജനങ്ങളെ തൊട്ടിട്ട് ഒരു ഗവൺമെന്റും ഈ സംസ്ഥാനത്ത് ഭരണം നടത്തിയിട്ടില്ല. അതീവ്ര സമുദായത്തിലെ ആൾക്കാരായാലും ലത്തീൻ സമുദായത്തിലായാലും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ വികാരങ്ങള് അവരുടെ അവകാശങ്ങളെ തറപ്പിച്ചുകൊണ്ട് ആർക്കും ഇവിടെ ഭരിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവെന്ന് വോട്ട് ബാങ്ക് അത് കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് തന്നെയാണ്. എന്തുകൊണ്ട് തറപ്പിച്ച് പറയുന്നില്ല ഇത് വഖഫ് ഭൂമിയല്ല എന്ന്? അദ്ദേഹം പറയത്തുമില്ല. അതുകൊണ്ട് അവിടുത്തെ MP IB ഈഡൻ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇനി തല ഉയർത്തിയ ആ ഭാഗത്ത് നടക്കുമെന്ന്. കാരണം അവരുടെ കൂടെ വോട്ട് കൂടി ജയിച്ച ആളാണ്. അയാളും പറയുന്നില്ല വഖഫ് ഭൂമിയല്ല. ഭയങ്കര പറഞ്ഞൂടെ? അപ്പോൾ ഇവിടെ പറയുന്നതുപോലെ നമ്മൾ ചെറിയ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി സത്യങ്ങളെ മറച്ചു വെക്കരുതല്ലോ. ഇതിപ്പോ ഇവിടെ വലിയ ഇതുപോലെ പുണ്യഭൂമിയൊന്നും അല്ലല്ലോ ഇത് സംരക്ഷിക്കാൻ. അയോധ്യ പോലെ പുണ്യഭൂമിയിലാണോ ഈ മുനമ്പം? ഇത് കുറെ മനുഷ്യർ താമസിക്കുന്ന സ്ഥലം, അതും പാവപ്പെട്ട മനുഷ്യർ. അത് അവരുടേതല്ല എന്ന് പറയാൻ ഉള്ള ധൈര്യം, അതും അവകാശ സമരങ്ങളിലൂടെ പോരാട്ടങ്ങളിലൂടെ ഈ ഒക്കെ ഭരണത്തിൽ വന്ന പാർട്ടികള് ഭരണം നടത്തുമ്പോൾ ഇപ്പോഴത്തെ പാർട്ടിയൊക്കെ എത്രയോ പുന്നപ്പുറ വയലാർ എത്രയോ പൂരകരുടെ സമരങ്ങൾ നടത്തി പാരമ്പര്യമുള്ള പാർട്ടിയാണ്. അവർക്ക് മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങളുടെ നേരെ കണ്ണടക്കുകയാണ്. ഏതായാലും ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷന് റിപ്പോർട്ട് തരുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വാർത്തയിൽ തന്നെ ഉണ്ടല്ലോ, ഫറൂഖ് കോളേജ് പറഞ്ഞിരിക്കുന്നത് വഖഫ് ഭൂമിയല്ല. ഈ വഖഫ് ഭൂമി ആണെങ്കിൽ തന്നെ എന്താ പ്രശ്നം? വഖഫ് ഭൂമി ആണെങ്കിലും ഒരാൾ 10-30 വർഷം താമസിക്കുകയാണെങ്കിൽ അയാളുടെ ഭൂമിയല്ലേ? ആണോ? ഈ അമെന്റ്മെന്റുണ്ട്. ഞാൻ താമസിക്കുന്ന ഭൂമി ഞങ്ങളുടെ ക്രിസ്ത്യൻ പള്ളിക്കാര് പറയാ എന്റെ ഭൂമിയാണെന്ന് പറഞ്ഞാലോ, അമ്പലക്കാരൻ അവിടെ ആണെന്ന് പറഞ്ഞാലോ, ഞാൻ അവിടെ താമസിക്കുകയാണെങ്കിൽ എന്റെ ഭൂമി തന്നെ. അതുകൊണ്ട് ഈ പുതിയ അമെന്റ്മെന്റില് അതിനെ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടി എതിർക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സർവദാ ഈ രാജ്യത്തെ പൗരബോധമുള്ളവര് നീതി ന്യായം നടപ്പാക്കണമെന്ന് എല്ലാവരും ഭേദഗതിയെ സ്വാഗതം ചെയ്യുകയാണ്. ചില അതിന് യാതൊരു തർക്കവും വേണ്ട. രണ്ടാമതായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഏതെങ്കിലും ഒരു
വിഷയമുണ്ടാകുമ്പോൾ സമരം ചെയ്യുമ്പോൾ അവരെയൊക്കെ മുദ്രകുത്തി മാറ്റി നിർത്തി. ഇപ്പൊ വഖഫ് മന്ത്രി ഉണ്ടല്ലോ, അവിടെ വേറെ നീ കറിവിടാം, പേര് പറയുന്നില്ല, പേര് പറയാൻ പാടില്ല. അദ്ദേഹം പറയുന്ന മുനമ്പം സമരക്കാർ ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്നു. ഈ മന്ത്രി തന്നെയാണ് വിഴിഞ്ഞ സമരത്തിൽ പറയുന്നത് വിഴിഞ്ഞ സമരക്കാർ രാജ്യദ്രോഹികളാണെന്ന്. ഇങ്ങനെ പറയുന്ന ഒരാള് എങ്ങനെ ഈ രാജ്യത്തെ മന്ത്രിയായിരിക്കും? സമരം നടത്തുന്ന എല്ലാവരും രാജ്യദ്രോഹികളാണെന്ന്, സമരം നടത്തുന്ന എല്ലാവരും വർഗീയവൽക്കരാണെന്ന് പറയുന്ന ഒരാള് എല്ലാവരെയും ഒരുപോലെ കാണുമെന്ന് പറഞ്ഞ് ഭരണഘടന സത്യം കൈവിട്ടിയ ആള് വേണ്ടെന്നാണ്. ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറയുന്ന ഒരു മന്ത്രിയുടെ പേര് ഞാൻ പറയാൻ പാടില്ല, പേര് പറഞ്ഞാൽ വേറെ. അപ്പൊ ഇത് ആരാണ് വർഗീയവൽക്കരിച്ചത്? ഈ ഭരണകക്ഷി തന്നെയാണ്. ആരും ഇത് വർഗീയം കൊണ്ട് കൊന്നില്ലല്ലോ. ഒരു ഭൂമി പ്രശ്നത്തില് മുനമ്പത്തെ കുറെ താമസക്കാര്, മറുഭാഗത്ത് വഖഫ് ബോർഡ്. അതിനകത്ത് ജാതിയും മതമെല്ലാം പറഞ്ഞോ? ആരും പറഞ്ഞില്ല. ജാതിയും മതവും കൊണ്ടുവന്നത് ഈ മന്ത്രി തന്നെയാണ്. അദ്ദേഹം പിന്നീടൊന്നും മിണ്ടിയിട്ടില്ല. അപ്പൊ ഇത് ഈ രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്താനുള്ളതിന് പകരം അവരെ വേർതിരിച്ച് കാണാനുള്ള ശ്രമങ്ങൾ അപലപനീയമാണ്. അങ്ങനെയല്ല, പ്രത്യേകിച്ച് ഒരുപാട് ബഹുജന സമരങ്ങളിലൂടെ അധികാരത്തിൽ വന്നു എന്ന് അവകാശപ്പെടുന്ന പാരമ്പര്യമുള്ള പാർട്ടിക്ക് ഇതെങ്ങനെ പറയാൻ കഴിയും? ഈ മുനമ്പത്ത് സമരം ചെയ്യുന്നവര് അവര് വർഗീയവൽക്കരിക്കുകയാണ് ദേശത്ത്. അവിടെ മുനമ്പത്ത് നിങ്ങൾ പോയി കാണുമല്ലോ, അവിടെ പള്ളിയുണ്ട്, ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്. എല്ലാ മതസ്ഥരും കൈകോർത്ത് പിടിച്ച് ഏകതാഭാവത്തിൽ വസിക്കുന്ന ഒരു തീരഭൂമിയാണ്. അവിടെ ആരും തന്നെ മതവും ജാതിയും ഒന്നും ഇതിനെ പറഞ്ഞിട്ടില്ല. പള്ളിമുറ്റത്താണ് സമരം നടത്തുന്നത്. കാരണം പള്ളിമുറ്റത്ത് സമരം നടത്തിയ റോഡിലായിരുന്നെങ്കിൽ ഇവരെല്ലാവരും നേരത്തെ അറസ്റ്റ് ചെയ്ത് കേസിലാക്കിയത്. പള്ളിക്കാര് അദ്ദേഹം തുറന്നു കൊടുത്തു. മൂന്നാമതായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, സമാനമായ പല തർക്കങ്ങളും ഈ രാജ്യത്ത് ഉണ്ടാകുമ്പോൾ അത് തുറന്ന മനസ്സോടെ നമ്മളാണ് സമീപിക്കേണ്ടത്. ഈ കഴിഞ്ഞ ആഴ്ച പേപ്പറിൽ വാർത്ത ഉണ്ടായി, പാകിസ്ഥാനിൽ നിന്നും ഒരു ക്രിസ്ത്യാനി അയാള് ഇന്ത്യ ഗവൺമെന്റ് പൗരത്വം നൽകി. അപ്പൊ അയാൾക്ക് അയാളുടെ ജീവിതം അവിടെ സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണ് അയാൾ അപേക്ഷിച്ച് കൊടുത്തു. ഇവിടെ പറഞ്ഞതുപോലെ അങ്ങനെ അന്ധമായിട്ട് എങ്ങനെ പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർക്കേണ്ട ആവശ്യമില്ല. ന്യൂനപക്ഷങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ സുരക്ഷിതമില്ല എങ്കിൽ അവർക്ക് ഇടവരാം. 17,000 ഇന്ത്യൻ ഭടന്മാര് ജീവൻ കൊടുത്തിട്ടാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാക്കിയത്. ഇപ്പോഴവരെന്ത് പറയുന്നു? ഇന്ത്യക്കാരവിടെ ശത്രുക്കളാണ്. അവിടെ ഒരു മതേതര രാഷ്ട്രം ഉണ്ടായിരുന്നു. ഇപ്പൊ ഹിന്ദുക്കളെ എല്ലാവരെയും അവിടുന്ന് ശത്രുക്കളായിട്ട് ഇവിടെ ഇപ്പോഴത്തെ ഇന്ത്യൻ ഗവൺമെന്റ്, താൽക്കാലിക ഗവൺമെന്റ് കാണുന്നത് എങ്ങനെയാണ്? ബംഗ്ലാദേശ് യുദ്ധസമയത്ത് അഭയാർത്ഥി ക്യാമ്പിൽ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ, കൽക്കട്ട. അപ്പോൾ യുദ്ധം കാണാം. ആയിരക്കണക്കിന് അവരുടെ മതവും ജാതിയും നമ്മൾ നോക്കിയില്ലല്ലോ. അവർ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നു. ക്രിസ്ത്യൻ കന്യാസികളും പുരോഹിതന്മാരും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും സന്നദ്ധ സംഘങ്ങളും ഒക്കെ അവരെ സംരക്ഷിച്ചുകൊണ്ട് വരികയാണ്. 17,000 ഇന്ത്യൻകാരുടെ ജീവൻ കൊടുത്തിട്ടാണ് ഇന്ദിരാഗാന്ധി ആ ജനത്തെ മോചിപ്പിച്ചത്. വാജ്പേയി അന്ന് ഇന്ദിരാഗാന്ധിയെ ഖാളി എന്നാണ് വിശേഷിപ്പിച്ചത്, അല്ലേ? ദുർഗ അത്ര ഒന്നല്ലോ. അപ്പം അത്ര നമ്മളെ വേറൊരു രാജ്യത്തെ സ്ഥാപിച്ചതാണ്. അവിടെ മനുഷ്യാവകാശങ്ങൾ അല്ലെങ്കിൽ പൗരാവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ആ ജനത്തിന് സ്വന്തമായ ഒരു അസ്തിത്വം ഉണ്ടായിക്കൊടുത്തു.
നന്ദി വേണമെന്നില്ല, നമ്മളോട് ഇങ്ങനെ അതിശയ വാക്കുകൾ പറയണം. അപ്പോൾ നമ്മുടെ ചരിത്രം അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിൽ നമുക്ക് പ്രയാസപ്പെടേണ്ട. പക്ഷേ ഇപ്പോൾ ചരിത്രത്തെ വികൃതമാക്കുന്നത് നമ്മളല്ല, ഗവൺമെന്റ് അല്ലെങ്കിൽ അതിർത്തിക്ക് അപ്പുറത്തുള്ള ആളുകൾ അങ്ങനെ പറയുന്നു വിചാരിച്ച് നമ്മൾ അങ്ങനെ പ്രതികരിക്കണമെന്നില്ലല്ലോ. ഇന്ത്യ എന്ന മഹാരാജ്യം എല്ലാ മത വിഭാഗങ്ങളെയും അഭയകേന്ദ്രമാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള വലിയ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, സംസ്കൃതിയുടെ ഭാഗമാണ് നമ്മളെ ആരും ഈ ഭൂമി പ്രശ്നത്തിൽ നമ്മളെ ആരെയും അങ്ങനെ തമ്മിലടിപ്പിക്കാൻ ആരും നോക്കേണ്ട. അപ്പോൾ ഇവിടെ ഒരു തർക്ക വിഷയമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് പൗരന്മാരുടെ വസ്തുവിന്മേലുള്ള അവകാശം അത് ചോദ്യം ചെയ്യുന്നതിൽ വ്യവസ്ഥാപിതമായ നിയമങ്ങൾക്കപ്പുറമായിട്ട് പ്രാകൃതമായ ചില നിയമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചെയ്യുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ നോക്കി നിൽക്കുന്നത് ഇപ്പോൾ പുതിയൊരു കമ്മീഷന്റെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ്. ആ റിപ്പോർട്ട് വരുമ്പോൾ അന്നേരം ചിലപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് നിലപാട് മാറ്റിയേക്കും. ഭരണകക്ഷിയുടെ ആൾക്കാരും ഒന്നും തുറന്നു പറയുന്നില്ലല്ലോ. അവരാരും ഇങ്ങനെ ഈ മുനമ്പത്തുകാരുടെ നിങ്ങൾ തറപ്പിച്ച് പറയത്തില്ല. നോക്കട്ടെ, പഠിക്കുന്നു എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു നിക്ഷിപ്ത വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു വിഭാഗം ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നത് ഈ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒട്ടും ഭൂഷണമല്ല. അത്ര ഒരു അങ്ങനെ സങ്കുചിതമായ ഒരു കണ്ണുകളിലൂടെ പ്രശ്നങ്ങളെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നെ കേൾക്കുന്ന എനിക്ക് പിന്നാലെ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. ഇവിടെ പ്രസക്തമായത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ദരിദ്രരാണ്, തൊഴിലാളി വർഗത്തിൽപ്പെട്ടവരാണ്. അവര് പണക്കാരോ വേറെ ഭൂമിയുള്ളവരോ അല്ല. അപ്പൊ നമുക്ക് അവർക്ക് താമസിക്കുവാനുള്ള മണ്ണ് അവരുടേതാണെന്ന് മാത്രം പറഞ്ഞാൽ പോരെ. അതിന് നിയമത്തിന്റെ നൂലാമാലകളൊന്നും വേണ്ട. ഈ ഭൂമിയെല്ലാം സർക്കാരിൻ്റെതാണെങ്കിൽ ഒരു കമ്മീഷനും വേണ്ട. ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പറയാം ഇത് നിങ്ങളുടേതാണെന്ന് പറയാം, ആരെങ്കിലും പറയാം. ഒറ്റ വാക്കിൽ തീരാനല്ലേ ഉള്ളൂ. പറയാനുള്ള അധികാരം സർക്കാരിനുണ്ട്. കാരണം ഈ കുടികിടപ്പാവകാശമോ അങ്ങനെയുള്ള ഒന്നുമല്ല. ഭൂമിയുടെ കൈവകാശമുള്ള ആൾക്ക് തന്നെയാണ് ഭൂമി. അയാൾക്ക് വേറെ ഭൂമിയില്ലെങ്കിൽ അയാൾക്ക് ചോദ്യം ചെയ്യാൻ പെടാനല്ലാത്ത ഒരു അവകാശമുണ്ട്. അതൊന്നും പറയാനുള്ള ആർജവമില്ലാത്ത ഒരു സർക്കാരിന്റെ മുമ്പിൽ ആണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഇന്നലെ ഇപ്പോൾ വയനാടെന്ന് വരികയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബന്ധപ്പെട്ടതിലുള്ള KCBCയുടെ പുനരധിവാസ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ. 6 മാസമായിട്ടും എത്ര പേര് എന്ത് നഷ്ടമായി ഉണ്ടായെന്ന് കണക്കെടുത്തിട്ടില്ല. വില്ലേജ് ഓഫീസുണ്ട്, തഹസിൽദാരുണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. 6 മാസമായിട്ട് ഒരു പഞ്ചായത്തിലെ 2 വാർഡിലുള്ള ജനങ്ങൾ, അതിന്റെ രേഖകളെല്ലാം പഞ്ചായത്തിലുണ്ട്, വില്ലേജ് ഓഫീസിലുണ്ട്. ആ രേഖ വെച്ചു റേഷൻ കാർഡെല്ലാം ചെയ്യാൻ പറ്റും. അതുവരെ എടുത്തിട്ടില്ല. അതുപോലും ഇല്ലാതെ ഒരു ദുരന്തമുണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് ദുരിതാശ്വാസ പ്രവർത്തനം കഴിഞ്ഞാൽ ഡാമേജ് അസസ്മെന്റ്, നാശനഷ്ടങ്ങളുടെ കണക്ക്. ഇവിടെ 2 പഞ്ചായത്തിലെ ജനങ്ങള്, അതിൽ ഭൂരിഭാഗം എല്ലാ മതസ്ഥരുമുണ്ട്. അമ്പലം ഉണ്ടായിരുന്നു, പള്ളി ഉണ്ടായിരുന്നു, അവിടെ മോസ്ക് ഉണ്ട്. അതിന്റെ കണക്ക് പോലും എടുക്കാൻ താല്പര്യമില്ലാത്ത, കഴിവില്ലാത്ത ഒരു സർക്കാരിന് എങ്ങനെയാണ് പിന്നെ ഈ മുനമ്പത്തെ പ്രശ്നത്തില്
പ്രതികരിക്കാൻ കഴിയുക. അത്രയുള്ള വളരെ ധൈര്യമാണ് വയനാട് സ്ഥിതി. ഇന്ന് പറയുന്ന ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതിൽ ഭൂമി നഷ്ടപ്പെട്ട പലരുടെയും പേരില്ലായിരുന്നു, ചിലരുടെ പേര് 2 തവണയുണ്ടെന്ന്. നമ്മുടെ സംവിധാനങ്ങൾ അത്ര മോശമല്ല. നമ്മുടെ വില്ലേജ്, താലൂക്കെയും ഒക്കെ റെക്കോർഡിൽ ഡിജിറ്റലൈസ് ആക്കിയതാണ് ഗവൺമെന്റ് പറയുന്നത്. അതങ്ങ് എടുത്തു വെച്ചാൽ പോരെ. വീട് നഷ്ടപ്പെട്ടവരെ, ഭൂമി പോയവരെ, ഇനി വാസയോഗ്യമല്ലാത്ത ഭൂമിയിൽ ഉള്ളവരാണ്. അതിൻ്റെ പോലും ചെയ്യാൻ വയ്യാത്ത ഒരു സംവിധാനത്തിലുണ്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ ഷേക്സ്പിയർ സംതിങ് ഇസ് റോട്ടൺ ഇൻ ദ സിറ്റി ഓഫ് ഡെൻമാർക്ക്. ഡെൻമാർക്കിൽ എന്തോ ചെയ്യുന്നതാണെന്നോ, അത് ആർജവമില്ലാത്ത, ഇച്ഛാശക്തിയില്ലാത്ത ഒരു ഭരണകൂടത്തിന് ഒരിക്കലും ജനങ്ങൾക്ക് നീതി നടത്തി കൊടുക്കാൻ കഴിയുകയില്ല. അങ്ങനെ അതിന് ആയിട്ട് മുന്നോട്ട് വരുന്ന എല്ലാ മനുഷ്യ സ്നേഹികളും കൈകോർത്ത് പിടിക്കണം. അത് കൊടിയുടെ നിറം അല്ല. ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അത് ഹിന്ദു ഐക്യവേദിയാണ്. എന്താ, ഹിന്ദുക്കൾക്ക് ഐക്യപ്പെടാൻ പാടില്ലേ? അല്ലേ? RSS ഐത്തൊക്കെ പണ്ടേ നിർത്തിക്കഴിഞ്ഞു. അപ്പോഴേ ഏതായാലും അങ്ങനെ തീവ്ര നിലപാടുകൾ ഇപ്പോൾ തീവ്ര നിലപാടുകളെല്ലാം വിട്ട് നമ്മൾ സമന്വയത്തിന്റെ പാതയിലേക്ക് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നരേന്ദ്രമോദി 10 വർഷം ഭരിച്ചു, ഇനി എനിക്ക് ഒരുപാട് നാളെ ഭരിക്കും. അപ്പൊ അദ്ദേഹത്തോട് നിന്നും തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്നാണ് ഞങ്ങളുടെയൊക്കെ പക്ഷേ ഇപ്പോൾ. കാരണം ഞങ്ങൾക്ക് ചില പരാതികളുണ്ട്, മണിപ്പൂരിന്റെ കാര്യത്തിൽ പരാതിയുണ്ട്, മിഷൻ പ്രവർത്തനത്തിലുണ്ട്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള തുറന്ന മനസ്സ് ഉണ്ടാകും. നീ അയിത്തം പാലിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മളെ അവർ മാറ്റി നമ്മൾ മുഖ്യധാരയിൽ നിന്ന് പിന്മാറത്തേ ഉള്ളൂ. ഈ ഒഴുക്കിനെതിരെയൊന്നും നമ്മൾ അങ്ങനെ നീന്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് തുറന്ന മനസ്സോടുകൂടിയാണ് എല്ലാ പാർട്ടികളോടും, അവരുടെ കൊടിയുടെ വർണ്ണമില്ലാതെ. ഈ മുസ്ലിങ്ങൾക്ക് ഐക്യവേദിയുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഐക്യവേദിയുണ്ട്, ഇനി ഹിന്ദുക്കൾക്ക് ഐക്യവേദി ഇല്ലെന്ന് പറയേണ്ട ആവശ്യമില്ല. ഹിന്ദുക്കള് ഈ രാജ്യത്തെ ഭൂരിപക്ഷമാണ്. അവരുടെ മഹാമനസ്കത കൊണ്ടാണ് ഈ രാജ്യത്ത് ഈ ബഹുഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളും ഇവിടെ അവരുടെ അമ്പലങ്ങളും അവരുടെ മോസ്കുകളും പള്ളികളും ഒക്കെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കുറഞ്ഞ മതപീഡനം നടന്ന രാജ്യം ഒന്ന് ഇന്ത്യയാണ്. മതത്തിന്റെ പേരിൽ മറ്റു മനുഷ്യരെ കൊല ചെയ്യൽ ഏറ്റവും കുറഞ്ഞ റെക്കോർഡുള്ള രാജ്യം ഇന്ത്യയാണ്. അടുത്ത കാലത്തുള്ള ചില പരാതികളൊക്കെ ഞങ്ങൾക്കുണ്ടെങ്കിലും. അതുകൊണ്ട് നമ്മളിപ്പോൾ മനുഷ്യ സ്നേഹത്തിന്റെ കാര്യത്തിൽ, മനുഷ്യ അവകാശങ്ങളുടെ പേരിൽ ഒരു പൊതു മുന്നണി ധാരണ ഉണ്ടാകുന്നത് നല്ല തന്നെയാണ്. ഞാൻ ഈ സംഘാടകരെ അഭിനന്ദിക്കുന്നു. കാരണം ഈ മുനമ്പത്തെ ജനങ്ങളുടെ മതവും ജാതിയും നോക്കിയുമല്ലല്ലോ നിങ്ങൾ ഇതിനോട് വന്നത്. ഇതിനകത്തുള്ള നീതിയുടെ വിഷയം ഉള്ളത് കൊണ്ടാണ് ഈ പ്രസ്ഥാനം, ഈ സംഘാടകര് ഇവിടെ ഇന്ന് സായാഹ്നത്തിൽ അണിചേർന്നത്. അത് നല്ല കാര്യമാണ്. നിങ്ങളുടെ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. മുനമ്പവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ അംഗമായതുകൊണ്ട് മുനമ്പംകാരുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഞാൻ മുനമ്പത്ത് പോയപ്പോൾ കണ്ടു, ഹിന്ദു ഐക്യവേദിക്കായാലും പലരോടെ വന്ന് പിന്തുണ കൊടുത്തു. അപ്പൊ ഏത് എവിടെ മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്നു അവിടെ നമ്മളെല്ലാവരും ചെല്ലണം, അവിടെ കൈകോർക്കണം. ഒരു നീതിക്ക് വേണ്ടിയുള്ള വലിയ സമരത്തിന്റെ മുന്നിൽ പോരാളികളായി നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.